ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം. നാളത്തെ കഥയിൽ മാളു ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കിണറ്റിൽ വീണ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ വീണ്ടും സ്വപ്നത്തിലൂടെ കണ്ടിട്ട് ഞെട്ടി എഴുന്നേൽക്കുകയാണ്. പിന്നീട് അടുത്ത ദിവസം ജില്ലാ കോടതിയാണ് കാണിക്കുന്നത്. അവിടെ ഗംഗയും മഹിയും ആണെങ്കിൽ മാളുവിനെ കൊണ്ടുവരുന്നതും കാത്ത് വെയിറ്റ് ചെയ്യുകയാണ്. ഗംഗ ഇന്ദ്രൻ വക്കീലിനോട് ചോദിക്കുന്നുണ്ട്, നമുക്ക് നമ്മുടെ മാളുവിനെ തിരിച്ചു തരില്ല എന്നൊക്കെ. ഇന്ദ്രൻ വക്കീൽ അപ്പോൾ പറയുന്നുണ്ട്, ഗംഗ മാളുവിനെ കൊല്ലാൻ ശ്രമിച്ചുവെന്നും അതിനെല്ലാം കൂട്ടുനിന്നത് മഹിയാണെന്നും മഹിയാണെങ്കിൽ ഗംഗയെ അതിനൊക്കെ സഹായിച്ചുമെന്നുമൊക്കെ പറഞ്ഞാണ് അവർ വാദിക്കാൻ പോകുന്നതെന്നൊക്കെ പറയുന്നു. ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കോടതിയിലേക്ക് മാളുവിനെയും കൂട്ടി ഗൗരിയുടെ അമ്മയും ഗോകുലും വരുന്നു. ഇന്ദ്രൻ വക്കീൽ മഹിയോടും ഗംഗയോടും പറയുന്നുണ്ട്, മാളുവിന് എല്ലാ കാര്യങ്ങളും ഓർമ്മ വന്നിട്ട് കോടതിയിൽ പറഞ്ഞാൽ മാത്രമേ ഇനി ഒരു രക്ഷയുള്ളെന്നൊക്കെ പറയുന്നു. മഹി അപ്പോൾ ഇന്ദ്രനോട് പറയുന്നുണ്ട്, ഈ കേസ് ജയിക്കാൻ പറ്റാതെ മാളുവിനെ അവർക്കൊപ്പം അയക്കേണ്ട സിറ്റുവേഷൻ വരുവാണെങ്കിൽ പിന്നെ എനിക്കൊരു ജീവിതമേ വേണ്ട എന്നൊക്കെ പറയുന്നു. അതിനുശേഷം കോടതിയിൽ വാദം നടക്കുകയാണ്. ഗൗരിയുടെ ആത്മാവും അവിടേക്ക് വരുന്നുണ്ട്. മാളു ഗൗരിയുടെ അമ്മയുടെയും ഗോകുലിന്റെയും നടുക്കായിട്ടിരിക്കുന്നുണ്ട്. ഗോകുലിന്റെ വക്കീൽ കോടതിയിൽ വാദിക്കുകയാണ്, മാളു ഗംഗയോടൊപ്പം മഹിയോടൊപ്പം താമസിക്കുന്നത് അപകടമാണെന്നും സുരക്ഷിതമല്ലെന്നും ഇതിനാൽ ഞാൻ ബോധ്യപ്പെടുത്തുന്നുവെന്ന് പറയുന്നു. എതിർഭാഗം വക്കീൽ പറയുന്നത് കേട്ടിട്ട് മഹിക്കും ഗംഗയ്ക്കും ഗൗരിക്കും എല്ലാം ഷോക്കാകുന്നു. ഗംഗ കരയുന്നുണ്ട്. ഇന്നത്തെ പ്രൊമോ ഇതോടെ അവസാനിക്കുന്നു. കൂടുതൽ ഡീറ്റെയിൽസുമായി വീണ്ടും കാണാം. താങ്ക്